ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വന്നിട്ട് അല്ലേ, എല്ലാം ഇപ്പം ബാക്ക് ടു നോർമൽ റൊട്ടീനായി ഞങ്ങളുടെ കാര്യങ്ങൾ. കാരണം കല്യാണം, വിശേഷങ്ങൾ, പ്രശ്നങ്ങൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കമില്ലാതെ ഉണ്ടായിരുന്നു, ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. കണ്ട കയ്യിലൊക്കെ നല്ല അതൊക്കെ അവർ റെഡിയാക്കി തന്നതാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും മടി. അമ്പലങ്ങളിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇടുന്നതൊക്കെ, പക്ഷേ എനിക്ക് എന്തോ ഒരു മടി പോലെ എങ്ങനെയൊക്കെ ഇടുന്നത് എങ്ങനെയാണ്. പക്ഷെ അവിടെ ഇപ്പോൾ എല്ലാവരും ഇട്ടു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ കല്യാണമൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ മൂകാംബികയിലും ഒക്കെ പോയിക്കുമായിരുന്നു. ഹരിയേട്ടൻ്റെ അനന്തരൻ്റെ കല്യാണമായിരുന്നു. കർണാടക എന്നായിരുന്നു പെണ്ണ്. അവരൊന്നിച്ച് പഠിച്ചതൊക്കെയാണ്. അപ്പം നമ്മൾ ഒരു വെറൈറ്റി കല്യാണ ഫംഗ്ഷനൊക്കെയാണ് കണ്ടത്. നല്ല രസമായിരുന്നു. മൂകാംബികയിൽ പോയി 2-3 ദിവസം അവിടെ നിൽക്കാൻ പറ്റി. അവിടെ ദേവീഭാവം എന്ന് പറയുന്നത് മഹാലക്ഷ്മി, സരസ്വതി, ഭദ്രകാളി, അങ്ങനെ ഒരു ദിവസം തന്നെ 3 ഭാവങ്ങളുണ്ട്. 3 ഭാവങ്ങളൊക്കെ കയറി തൊഴാൻ പറ്റി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അവിടെ എന്താ തിരക്കില്ലാഞ്ഞെന്ന് ചോദിച്ച ഉടനെ അവർ പറയുക കേരളത്തിലെ കുട്ടികൾക്കൊക്കെ പരീക്ഷയാണ്. അപ്പോൾ കേരളത്തിലെ ആൾക്കാരാണ് അവിടെ കൂടെ ഉള്ളത്. കർണാടക അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒക്കെ പോയി തൊഴുതു. ഉടുപ്പിയിലും ഒക്കെ പോയി തൊഴുതു. കുറച്ച് ദിവസത്തേക്കുണ്ടല്ലോ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഉറക്കമില്ലായ്മയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അറിഞ്ഞാലും നമുക്ക് അടുക്കളയ്ക്കകത്തോട്ട് കയറണ്ടായിരുന്നു. സുഖം വഴി എവിടെയെങ്കിലും പോവുക, ഭക്ഷണം കഴിക്കുക, എല്ലാം സ്വീറ്റ്സൊക്കെ ഇഷ്ടം പോലെ. അവരുടെ സദ്യയൊക്കെ നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. റുമാൽ റൊട്ടി, പായസങ്ങളൊക്കെ നല്ല രസമായിരുന്നു. നല്ല വെറൈറ്റി. പിന്നെ കുത്തരി ഉണ്ടായിരുന്നു അവിടെ തന്നു. അതുപോലെ പച്ചരി ചോറ്, വൈറ്റ് റൈസ് എല്ലാം ഉണ്ടായിരുന്നേ. എല്ലാം സാമ്പാർ, രസം. പക്ഷെ അല്ലാതെയൊക്കെ കഴിക്കാനായിരുന്നു നല്ല രസം. നല്ല കൂട്ടാനുകളൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ കണ്ട് അവരെല്ലാവരും കൂടെ വീണ്ടും ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നു. റിസപ്ഷന് പുന്നപ്ര വെച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരെല്ലാം കൂടെ അടുക്കള കാണാൻ കുറേ ആൾക്കാരൊക്കെ കൂടെ വന്നു. വളരെ റെസ്പെക്റ്റുള്ള രീതിയിലാണ് അവർ നമുക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നുന്നു. അത് രീതിയിലുള്ള പെരുമാറ്റം, തൊഴുതൊക്കെയാണ് നമ്മളോട് സംസാരിക്കുകയും എല്ലാം കണ്ട് നമ്മളോട് വളരെ നന്ദി പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് പോയി. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇട്ടു. ഞാൻ അടുക്കളയിലോട്ടൊന്നും കയറിയിട്ടേ ഇല്ല, കയറേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പം ഏതായാലും അടുക്കളയിലോട്ട് കയറി പതുക്കെ നമുക്കൊരു പരിപാടി ഉച്ചക്കലത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചാണേ. അപ്പം ഞാനിന്ന് ഇത് ശകലം ചിക്കന് വാങ്ങിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഗാർലിക് റൈസ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ജീര റൈസ് ആയിരുന്നു ഇരുന്നത്. ജീര റൈസ് എടുത്ത് 2 ഗ്ലാസ് എടുത്ത് വെള്ളത്തിലിട്ടു. അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം വേവിക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഗാർലിക് റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി കൂടുതൽ വേണം, പിന്നെ ചില്ലി ഫ്ലേക്സ് വേണം, പിന്നെ മല്ലിയില ഇടേണ്ടവർക്ക് ഇട്ടാൽ മതി. ഇവിടെ മല്ലിയില ഇടുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഇവിടെ മല്ലിയില ഇട്ടു. ഈ 2 സാധനത്തിൻ്റെ കാര്യമേ ഉള്ളൂ. സ്വല്പം നെയ്യ്, എണ്ണ വേണമെങ്കിൽ എണ്ണ, ഇത്രയേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അതുണ്ടാക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ പരിപാടികളിലേക്ക് ഇറങ്ങുവാണ്. അത് നമുക്ക് കാണാം. അപ്പം ഞാൻ ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയണം. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് അരിയണം. ഇത് മൊത്തം ഒന്ന് അരിയട്ടെ. ഇത് അരിയുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാമേ. ഞങ്ങൾ അവിടെ ഈ ഡ്രസ്സൊക്കെ ചെയ്യിക്കാനൊക്കെ ഞങ്ങളെ ഒരുക്കാനൊക്കെ അവിടെ ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കന്നഡക്കാരാണ് അവരെല്ലാവരും. അപ്പോൾ അവിടെ ഒരു മുറിക്കകത്ത് ഞങ്ങൾ കുറേ പേര് കയറി ചെന്നു. അപ്പം കയ്യിൽ മൈലാഞ്ചി ഇടാൻ അവിടെ ഒരു കൊച്ചിനെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കന്നഡയെ അറിയുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു റൂമിലേക്ക് ഞങ്ങളെ എല്ലാവരും കൂടെ വിട്ടു. അപ്പോൾ ഞങ്ങളെ വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ കന്നഡ സ്ത്രീകളുണ്ട് അവിടെ, പ്രായമായവരുമൊക്കെ. അവർക്ക് അങ്ങനെ കന്നഡയാണ് കൂടുതൽ അറിയാവുന്നത്. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ വലിയ പാടാണ്. അന്നേരം ഞങ്ങൾ മൈലാഞ്ചി ഇടാനായിട്ട് അങ്ങനെ ഇപ്പം ഞങ്ങൾ നല്ലോണം ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ഫംഗ്ഷനുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അതിനകത്തോട്ട് കയറി ചെന്നത്. അപ്പോൾ കയറി ചെന്നപ്പോൾ അതിനകത്തുള്ള സ്ത്രീകൾ ഈ കൈ മൈലാഞ്ചി ഇടുന്ന കൊച്ചിനോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ കന്നഡയെ പറയുന്നുണ്ട്. ഞങ്ങൾക്കെന്തോ മനസ്സിലായെന്നറിയാമോ? ഞങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ വന്നേക്കുന്നത്. അപ്പം ഈ മൈലാഞ്ചി ഇടുമ്പം ഡ്രസ്സിലോട്ട് വീണാൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട്
ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന കാരണം ഇത് പ്രയാസമാണോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചതെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പം ഞങ്ങൾ പറഞ്ഞേ പ്രോബ്ലം ഒന്നേ, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, ഇട്ടോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോഴേ അതിനകത്ത് ഒരു ഹിന്ദി അറിയാവുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അവരത് ഞങ്ങളുടെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല. ഉടനെ അവരുണ്ടല്ലോ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം പറഞ്ഞു തന്നപ്പോൾ അർത്ഥം എന്താണെന്നറിയാമോ, ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇടാനായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കാര്യം ഓക്കെ, അതിന് മൈലാഞ്ചി കൂടി ഇട്ടാൽ മതിയല്ലോ, ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യണം, അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ റൂമിൽ നിന്ന് ഇറങ്ങിത്തരണം. അതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായില്ല. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് പിടിച്ചത്, ഓ അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയും ചെയ്തു. എന്തോ ചിരിയായിരുന്നു എല്ലാവരും കൂടെ. ഇത് വേറെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തന്നു. പക്ഷേ അത് മനസ്സിലായില്ലെന്നുള്ളത് ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾക്കത് വലിയ തമാശയായിട്ട് തോന്നി. പിന്നെ അരിയേട്ടനാണെങ്കിൽ കുറേ അറിയാമായിരുന്നു. കുറേ അരിയേട്ടന് ഇങ്ങനെ ഭാഷകൾ പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടുണ്ടല്ലോ അരിയേട്ടൻ അവിടെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അരിയേട്ടൻ അങ്ങ് സംസാരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വാക്കുകളൊക്കെ അരിയേട്ടൻ പഠിച്ചു, കുറേ സെൻറ്റൻസുകളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അവിടെ വെച്ച് 2-3 ദിവസം അരിയേട്ടന് ഭയങ്കര ഭാഷ പഠിത്തമായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു കന്നഡ ഗൊത്തില്ലെന്നൊക്കെ അവരോട് പറയാമെന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ മടി, പറയുന്ന കാണാൻ തെറ്റിപ്പോയെങ്കിലോ എന്നൊക്കെ വിചാരിച്ച്. അതുകൊണ്ട് ഞാനൊന്നും പറയാനൊന്നും ശ്രമിച്ചില്ല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ 1-2 സെൻറ്റൻസുകൾക്ക് അത്യാവശ്യത്തിനൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഭാഷകൾ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. എനിക്ക് വേറെ ഭാഷകളൊക്കെ പഠിക്കാനൊക്കെ എനിക്ക് ഇച്ചിരി മടിയാണ്. അരിയേട്ടന് ഭാഷ പഠിക്കാൻ ഭാഷകൾ പല ഭാഷകൾ, എല്ലാ ഭാഷയിലെയും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള പരിപാടികളെല്ലാം പുള്ളിയുടെ കയ്യിലുണ്ട്. അവിടെ ഒരു ബംഗാളി കൊച്ചായിരുന്നു, അതിനെ കണ്ടു. ഉടനെ ചെന്ന് അതിനോട് ബംഗാളിയിൽ കുറേ സംസാരിച്ചു. ഇതൊക്കെ പിന്നെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നേ. അപ്പം അവൾ പെൺകൊച്ചിനെ കണ്ടു അരിയേട്ടൻ അതിന് ശ്രമിക്കും, ധൈര്യമായിട്ടങ്ങ് ശ്രമിക്കും ആ ഭാഷ ഒന്ന് പറയാനും എടുക്കാനും ഒക്കെ. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് വേണ്ടത് എണ്ണയ്ക്കകത്തിട്ടോ നെയ്ക്കകത്തിട്ടോ നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഏതായാലും അല്പം നെയ്യ് ഉപയോഗിക്കുകയാണ്. കാരണം ഇത് അമ്മ കഴിക്കത്തില്ല. അമ്മയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പം വേണ്ട. അമ്മയ്ക്ക് ഇച്ചിരി ചോറും അതിനുള്ള ഇച്ചിരി മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. മീൻകറി കഴിക്കത്തില്ല, എന്നാൽ അതിൻ്റെ ചാറൊക്കെ കൂട്ടാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു നെയ്യൊക്കെ ഇട്ട് ഒന്ന് ചെയ്യാം. ഉച്ചക്കലത്തേക്ക് മാത്രമേ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. വൈകിട്ടത്തേക്ക് ചിക്കൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ചപ്പാത്തി ആയിരിക്കും. അപ്പം ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിക്കുന്നേ. പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു, നന്നായിട്ട് ചൂടായി. അതിന് ശേഷം 2 സ്പൂൺ നെയ്യ്, അതിനുശേഷം ഇതേണ്ട വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1-2 എണ്ണം അരിയാതെ കിടക്കുന്നു. ഇവിടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ടു. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കാം. ഇത് മൂത്ത് പോകാതെ നോക്കണേ. ഏകദേശം ഒന്നായിട്ടുണ്ട്, കണ്ടോ? ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ടങ്ങ് ഇളക്കിയാൽ മതി. ഉണ്ട് ചില്ലി ഫ്ലേക്സ്, അത് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇടുക. എന്നിട്ട് മല്ലിയിലയും കൂടി ഇടുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ചില്ലി ഫ്ലേക്സും മല്ലിയിലയൊക്കെ ഒന്ന് വാടാൻ ഇതിൻ്റെ ചൂട് മതിയല്ലോ. സംഭവം വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് ആ വെളുത്തുള്ളിയുടെയൊക്കെ സ്വാദ് നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ വെളുത്തുള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എപ്പോഴും വെളുത്തുള്ളി വയറിന് നല്ലതല്ലേ. സംഭവം റെഡിയായി. ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇട്ട് ഒരു ചിക്കൻ കറിയും കൂടെ വെക്കും ഇതിൻ്റെ കൂടെ. തീ ഓഫ് ചെയ്തു. ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു, എല്ലാ ആവശ്യത്തിനൊക്കെ ഉപ്പുണ്ട്. ഉപ്പ് വെള്ളം ചൂടാക്കുമ്പോൾ തന്നെ അരി ഇടാൻ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് അങ്ങ് ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കുക. അല്ലാതെ ഉപ്പിടാൻ ഞാൻ നോക്കിക്കഴിഞ്ഞാണല്ലോ അവിടെ ഇവിടെ എല്ലാം പറ്റിയിരിക്കും. ഓക്കെ, സംഭവം റെഡി. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, നോക്കാം. കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ? സംഭവം റെഡി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ബീഫ് ഉണ്ടെങ്കിൽ ഒക്കെ ഇതങ്ങോട്ട് ഉണ്ടാക്കി വെച്ചങ്ങ് കഴിക്കണം. കണ്ടോ? അപ്പോൾ ഇതാ കണ്ടോ, ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഇതൊന്ന് ഉണ്ടാക്കി അങ്ങ് കഴിക്കണം. ഇതിനകത്ത് ഐറ്റംസൊക്കെ കൂടുതലിടാം കേട്ടോ. ഒരുപാട് എരിവൊന്നും മിന്നുകുട്ടിക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചില്ലി ഫ്ലെക്സൊക്കെ അത്ര ഇട്ടുള്ളൂ. ഇതൊക്കെ കൂടുതലിടാം. വെളുത്തുള്ളി കൂടുതലിടാം, കാരണം വെളുത്തുള്ളി എപ്പോഴും വയറിന് നല്ലതാണ്. അതുകൊണ്ട് അരി എടുക്കുന്നതിനനുസരിച്ച് വെളുത്തുള്ളിയുടെ അളവൊക്കെ കൂട്ടാം, കുറവാണെങ്കിൽ കുറയ്ക്കാം. കണ്ട, ഇനി ഇതിന് പറ്റുന്ന ഒരു ചിക്കൻ കറിയും കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോവാം. ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനിൽ പൊടികളെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൈരും നാരങ്ങാനീരും ഒന്നും ചേർത്തില്ല, ഇത്രേ ചേർത്തുള്ളൂ. ഇനി ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതിലോട്ട് എണ്ണ ഇട്ട് ചൂടാക്കി അതിലേക്ക് ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സാധാരണ പോലെയല്ല. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. ചിക്കൻ കുറവാണ്, അതനുസരിച്ച് നമ്മൾ ആവശ്യത്തിനങ്ങ് ഇട്ടാൽ മതി. ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നു. ഞങ്ങൾ മൂകാംബിക കല്യാണത്തിന് പോയവരെയൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയമുണ്ടല്ലോ, ഞങ്ങൾ വന്ന ട്രെയിന് ഒരു ബംഗാളി ഒരു പയ്യനായിരുന്നു. അവനെ ഇടിച്ചു, അവൻ മരിച്ചു. ഈ ഇയർഫോൺ വെച്ചുകൊണ്ട് പാട്ട് കേൾക്കുക, ഫോൺ ചെയ്യുക, ഇതെല്ലാം ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു. ഇങ്ങനൊന്നും ചെയ്യരുത്. എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മളതൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഓരോ സമയം എടുക്കുമ്പോൾ ഭഗവാൻ തോന്നിക്കുന്ന ദിവസവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും. വണ്ടി അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പോയില്ല, തട്ടി അങ്ങ്. പക്ഷെ അപ്പോഴത്തേക്കും മരിച്ചു, തെറിപ്പിച്ചങ്ങ്. പിന്നെ അവിടെ വണ്ടി കുറച്ച് നേരം ഇട്ടു, പോലീസൊക്കെ വന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി വിട്ടത്. കഷ്ടം തോന്നി. കാരണം ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് വന്നതാണോ അതൊന്നും നമുക്കറിയത്തില്ല. പാട്ട് കേട്ടുകൊണ്ട് വന്നതാണോ അത് വീട്ടിലോട്ട് വല്ലതും ഫോൺ ചെയ്തുകൊണ്ട് നടന്നതാണോ ഒന്നും അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ വരുമാനം കൊണ്ടൊക്കെ ജീവിക്കുന്നവരൊക്കെ ആണെങ്കിൽ കഷ്ടം തോന്നും.
എല്ലാം ഭഗവാന്റെ തീരുമാനങ്ങളല്ലേ, എന്തൊക്കെ എവിടെയൊക്കെ ആർക്കൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് വെച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ ഉള്ളി വാടി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാല, ഇത്രയിട്ട് നന്നായിട്ട് ഉപ്പ് ഇടണം. ഉപ്പിട്ടില്ല. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇടാം. കണ്ടോ? ഉണ്ടോ? ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഞാനിട്ട് ചിക്കൻ താണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കളറ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടൊമാറ്റോ എടുത്ത് അരച്ചത് ഇതിലേക്ക് ചേർക്കുന്നു. ചേർത്ത് അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അടുത്ത പരിപാടി നോക്കാം. ചാറ് വേണമല്ലോ. ഞാൻ ഈ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നത് നല്ലോണം കുറുകിയതാണ്. നല്ല ടേസ്റ്റാണ് കഷ്ണം കഴിക്കാൻ. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി ചാറ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇനി കറിവേപ്പില ഇട്ടു, ഓഫ് ചെയ്തു. ഇനി വലിയൊരു സ്പൂൺ കെച്ചപ്പ് കൂടെ ഒന്ന് ഒഴിക്കും. കണ്ടോ? ടൊമാറ്റോ അരച്ച് ചേർത്തത് കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു. ഇല്ലെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പം ഒഴിക്കും. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കന്. കുറച്ചുകൂടെ സോസ് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. എനിക്കും മിന്നുവിനുമൊക്കെ സോസ് ഭയങ്കര ഇഷ്ടം. അരിയേട്ടന് അത്ര പിടുത്തല്ല. പറഞ്ഞാൽ കഴിക്കാവുന്നിരിക്കത്തില്ല കേട്ടോ, കഴിക്കും. ഞങ്ങളുടെ ഉച്ചഭക്ഷണം റെഡിയായി. ഗാർലിക് റൈസും ചിക്കൻ കറിയും. പെന്നുകുട്ടി റെഡിയായിട്ട് വന്നിരിപ്പുണ്ട്. പന്ത്രണ്ട് 12:30-ക്കുള്ളിൽ മിന്നുകുട്ടി ഫുഡ് കഴിക്കും ഉച്ചക്കലത്തെ. അപ്പോൾ ഇതാണ്. കണ്ടോ? അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം,
സബ്സ്ക്രൈബ് ചെയ്ത് തരണേ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.